കട്ടപ്പന ഡിഇഒ PK മണികണ്ഠനെതിരെ ആരോപണവുമായി അധ്യാപിക പോലീസിൽ പരാതി നൽകി. ഡിഇഒയെ കാണാൻ ചെന്ന അധ്യാപികയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതായാണ് ആരോപണം. സംഭവത്തെ തുടർന്ന് ഹൃദ്രോഗബാധിതയായ അധ്യാപിക ആശുപത്രിയിൽ ചികിത്സയിലാണ്. കട്ടപ്പന ഡിഇഒയ്ക്കെതിരെയാണ് അധ്യാപിക ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്നാണ് ഇത്തരത്തിൽ ഒരു പരാതി ഉയർന്നിരിക്കുന്നു. കട്ടപ്പന ഡിഇഒ TK മണികണ്ഠനെതിരെയാണ് അതിഗുരുതര ആരോപണവുമായി അധ്യാപിക പോലീസിനെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിലാണ് പരാതി. ഡിഇഒ ഓഫീസിൽ എത്തുകയും തന്റെ നിയമന ഉത്തരവിൽ കഴിഞ്ഞ ഒരു വർഷമായി ഡിഇഒയ്ക്ക് മുന്നിലാണ്. ഇതുവരെ അദ്ദേഹം ഒപ്പിടാൻ തയ്യാറായിരുന്നില്ല. പാർട്ട് ടൈം അധ്യാപികയായിരുന്നു. അത് ഫുൾ ടൈം ആകണമെങ്കിൽ ഡിഇഒയുടെ ഒപ്പ് അനിവാര്യമാണ്. പക്ഷേ ഇത് വെച്ച് താമസിപ്പിക്കുന്നത് ചൂണ്ടിക്കാണിച്ച് അധ്യാപിക സംസാരിക്കാൻ എത്തിയപ്പോഴാണ് അധ്യാപികയോട് തട്ടിക്കയറുകയും എഴുന്നേറ്റ് വന്നുകൊണ്ട് ആക്രോശിക്കുകയും ഒക്കെ ചെയ്തത്. പെട്ടെന്ന് അവിടെ അസ്വസ്ഥയായി ബോധം കെട്ട് വീഴുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇവർ ഹൃദ്രോഗ ബാധയുള്ള ആൾ കൂടിയാണ് എന്നതാണ് അതിലൊരു പ്രത്യേകത. ഇക്കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്ന അധ്യാപിക തന്നെ ന്യൂസ് 18നോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ അധ്യാപികയെ. അതായത് ഇരട്ടയാർ CRHSലെ സംസ്കൃത അധ്യാപികയാണ് ശ്രീലക്ഷ്മി. അവർക്കെതിരെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. വളരെ മോശമായിട്ട് നീ ആരാടി ഇതൊക്കെ അന്വേഷിക്കാൻ വരെ നിന്നെ ആരാ ഏൽപ്പിച്ചിരിക്കുന്നത്, ഇതിനൊക്കെയുള്ള പരിഹാരം കാണാൻ എനിക്കറിയാം, നീ ഒന്നും എന്നെ പഠിപ്പിക്കുകയൊന്നും വേണ്ട, ഇപ്പം തന്നെ ഇതിന് ഞാൻ തീരുമാനം ഉണ്ടാക്കും, നീ അങ്ങോട്ട് മാറിയിരിക്കും, എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാക്കണം വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേനും പുള്ളി ഡെസ്കയിൽ അടിച്ചുകൊണ്ട് ഭയങ്കര ആക്രോശിച്ചുകൊണ്ട് ഇരിക്കടി അവിടെ എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തുകയും എനിക്ക് പെട്ടെന്ന് തല കറങ്ങുകയും പുള്ളി എന്തിനാ എഴുന്നേറ്റെന്ന് പോലും എനിക്ക് സംശയമായി. ചാടി എഴുന്നേക്കാൻ നോക്കിയിട്ട് എന്നെ അവിടെ ബലമായിട്ട് പിടിച്ചിരുത്തുകയായിരുന്നു പുള്ളി. അതിനുശേഷം എന്നോട് നീ ഇവിടെ ഇരിക്കും, നിൻ്റെ വരവ് ഞാൻ ഇന്നത്തോടെ നിർത്തും എന്നൊക്കെ പറഞ്ഞ് മേലാൽ ഇനി ഓഫീസിൽ കയറി പോയിട്ടുണ്ടെങ്കിൽ കാല് തല്ലി ഒടിക്കും എന്നൊക്കെ വളരെ മോശമായിട്ട്. ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട പരാതി അല്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഒരു സ്കൂള് തന്നെ ഡിഇഒയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹം ഡിഇഒ വളരെ മോശമായി പെരുമാറുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഇതിനകം 5ലധികം പരാതികൾ നിലവിലുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും സ്കൂൾ മാനേജ്മെന്റ്, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കീഴിലാണ് ഈ സ്കൂളുള്ളത്, രൂപത ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് കൂടി കടക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിഇഒ ഓഫീസിന് മുന്നിൽ ഈ ധർണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പോലീസ് ഈ സംഭവത്തിൽ പരാതി സ്വീകരിച്ച ശേഷം ഈ അധ്യാപികയുടെ മൊഴിയടക്കം, കോട്ടയത്തെ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത്, ഇവിടുത്തെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിഇഒയ്ക്കെതിരെ സ്ഥിരം ഒരു പ്രശ്നക്കാരനായ ഒരു ഡിഇഒ എന്ന നിലയിലാണ് പൊതുവെയുള്ള വിവരം വരുന്നത്. പാലക്കാട് സ്വദേശിയാണ് ഇദ്ദേഹം. ഒരു വർഷം മുൻപാണ് കട്ടപ്പന ഡിഇഒയായി ഇദ്ദേഹം ചുമതല ഏറ്റെടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ അധ്യാപിക ഉന്നയിക്കുന്നത്. പോലീസിന്റെ തുടർ നടപടി, വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടിയെല്ലാമാണ് ഇനി ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.